I found my voice, now here I am, seeing it all from where I stand. Stars are guiding me, fire burning beautifully, reaching out now. Good morning. Welcome to another beautiful day in my life. ഇന്ന് ഒരുപാട് ദിവസത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ അതിരാവിലെ എണീറ്റ് പഠിക്കാൻ ഇരിക്കണേ. എനിക്ക് തോന്നുന്നു ഒരു 4 മണിയൊക്കെ ആയപ്പം ഞാൻ അറിയാതെ തന്നെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. 4:30ക്കാണ് അലാറം ക്ലോക്ക് വെച്ചതെങ്കിലും നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് കിടക്കുമ്പം ആ എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ നേരത്തെ എണീക്കുമല്ലോ, അതാണ് ഉണ്ടായത്. സോ ഒരു ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ച് നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. 5 മണിക്കാണ് ഞാൻ YPTയിൽ ലോഗിൻ ചെയ്തത്. അതിനുശേഷം ഒരു 7-7:15 വരെയൊക്കെ പഠിച്ചു കേട്ടോ. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പിന്നെ ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഫ്രഷായി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഈ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ ആ ടെസ്റ്റിൽ എനിക്കറിയാത്ത ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. ബിക്കോസ് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അനലൈസ് ചെയ്യുമ്പം ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ടെസ്റ്റിൻ്റെ അനാലിസിസ് ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആളുടെ പേഴ്സ്പെക്റ്റീവും കൂടി നമുക്കറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ആ ഒരു ആൻസറിലോട്ട് എത്തിയതെന്ന്. സോ നമുക്ക് നമ്മുടെ തിങ്കിങ് പാറ്റേൺ കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിസ്കഷൻസൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ടെസ്റ്റ് എടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളതും. എനിക്ക് തോന്നുന്നു ടെസ്റ്റിനേക്കാൾ കൂടുതൽ സമയം അനാലിസിസിന് കൊടുക്കണമെന്ന്. നമ്മൾ തെറ്റിക്കുന്ന ആൻസേഴ്സൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് ആ പാറ്റേൺസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് അതിൽ നിന്ന് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ എക്സാമിന് മുന്നേ റിവൈസ് ചെയ്യാം. അങ്ങനെ ടെസ്റ്റിനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്രോസസ്സായിട്ട് മാറ്റി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ലഞ്ചിന് ശേഷം ഒരു പവർ നാപ്പൊക്കെ എടുത്തു. അതിന് ശേഷം ഞാൻ ബ്രേക്സിന് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പോഡ്കാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കേട്ടു. പിന്നെ ഈവനിങ് ചായയൊക്കെ കുടിച്ച് അടുത്ത സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലം മാറിയിരിക്കും, ബിക്കോസ് ഇപ്പോൾ നല്ല ചൂടായത് കാരണം എവിടെയൊക്കെ ജനാലയുണ്ടോ അതിൻ്റെ അടുത്താണ് ഇപ്പം സ്ഥിരം ഇരിക്കാറ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇരിക്കുന്ന സ്ഥലം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബോറടി ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നൈറ്റ് എനിക്ക് ജോഗ്രഫിയുടെ ഒരു 3 ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ലെക്ചർ ആയതുകൊണ്ടാണ് ഞാൻ നൈറ്റിലോട്ട് ഷെഡ്യൂൾ ചെയ്തത്. എനിക്ക് ലെക്ചർ കണ്ടു കഴിഞ്ഞാൽ ആ നോട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫീലിംഗ് കിട്ടില്ല. സോ ഞാൻ എപ്പോഴും ലെക്ചേഴ്സിന് ശേഷം ഡിജിറ്റലായിട്ട് തന്നെ ഞാൻ സ്ക്രിബിൾ ചെയ്ത നോട്ട്സൊക്കെ ഒന്ന് കവർ ചെയ്യും. കൂടാതെ PDFs അവൈലബിൾ ആണെങ്കിൽ അതൊന്ന് നോക്കും. ഫൈനലി നമുക്കിന്നൊരു 8.5 hours പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഉറങ്ങുന്നതിന് കുറച്ച് സമയം മുന്നേ ഞാൻ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ മീ ടൈം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ.